വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കുക്ക് ചെയ്യാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. നേരെ ചെന്ന് സ്റ്റാർഫോർഡ് അരോമയെന്നൊരു ചിക്കൻ ബിരിയാണിയും കുത്തി കെട്ടിയിട്ടാണ് പിന്നെ വിക്ടോറിയ ബസ് സ്റ്റേഷനിൽ പോയത്. ഇച്ചിരി ഓടിപ്പറഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ കറക്റ്റ് സമയത്ത് ബസ്സിൽ കയറി. എന്താണ് കണ്ണില് രാത്രി 10:30 ബസ് കയറിയിട്ട് പിറ്റേന്ന് രാവിലെ 7:30 നമ്മൾ എഡിൻബറ സ്റ്റേഷനിലെത്തുന്നത്. അവിടുന്ന് ഊബർ വിളിച്ചിട്ട് നമ്മൾ നേരെ ചെന്നത് നവീൻ്റെ കസിൻ്റെ വീട്ടിലോട്ടായിരുന്നു. നല്ല ക്ഷീണിച്ച് ഉറക്കം തൂങ്ങിയൊക്കെ വന്ന് കയറിയെങ്കിലും ഇവിടെ വന്ന് എല്ലാവരെയും കണ്ടപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്, അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാനാണെങ്കിൽ ബ്രഷ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നന്നൂനെയും കൊണ്ട് നമ്മൾ തൊട്ടടുത്ത ലിഡിലോട്ട് പോയി. ഇത് നിനക്കാ, ഇത് കിഡ്സിൻ്റെയാ, എനിക്ക് വലുത് വേണം. ബില്ല് ചേച്ചത് പ്രായമുണ്ട്. അല്ല, അതെ മുകളിൽ ഇരിക്കുന്നത്. എന്ത് വെച്ചില്ല? എനിക്ക് ഒരു ബ്രഷ് എടുത്ത് തരുമോ? ഹലോ, ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഇവിടെ ഒരു 14 ഡിഗ്രി ആയുള്ളൂ. ഇവിടെ തണുപ്പാണ്, കാറ്റാണ്. ഇപ്പം നമ്മൾ ആദ്യം പോകുന്നത് എഡിൻബറ കാസിലോട്ടാണ്. ബാക്കി അവിടെ പോയിട്ട് കാണാം. ട്രാമിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള യാത്രയൊക്കെ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ്സും സ്ട്രീറ്റ്സ് എല്ലാം മോഡേൺ ഒക്കെ തന്നെയാണെങ്കിലും എല്ലാത്തിനും ഈ കാണുന്ന ബിൽഡിങ്സിനൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് നമുക്കിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് ഒക്കെ തന്നെ ആയിരിക്കണം സ്കോട്ട്ലൻഡിനെ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുന്നത്. നവീനെ, നമ്മുടെ ട്രിപ്പിനെ പറ്റി 2 വാക്ക്. വളരെ നല്ലൊരു ട്രിപ്പാണ്. ഗൾഫോസ് കല്ല എന്ന് പറയുന്ന ഹില്ലിലാണ് ഈ ഒരു എഡിൻബറ കാസിൽ ഉള്ളത്. 9th സെഞ്ച്വറിയിലാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി തുടങ്ങുന്നത് തന്നെ. സ്കോട്ട്ലൻഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നതാണിത്. പണ്ടൊക്കെ സ്കോട്ട്ലൻഡിലെ മിലിറ്ററി ഓഫീസേഴ്സിന്റെ ട്രെയിനിങ്സ് എല്ലാം ഇവിടെയായിരുന്നു അത്രേ. ആ കാണുന്നതാണ് എഡിൻബറ കാസിൽ. തൽക്കാലം ഇങ്ങനെ പറയാനേ നിവൃത്തിയുള്ളൂ, കാരണം അതിനകത്ത് കിടക്കാനുള്ള പാസ് എല്ലാം ഓൾറെഡി സോൾഡ് ഔട്ട് ആയിരുന്നു 2-3 ഡേയ്സിനുള്ളത്. ആദ്യത്തെ പരിപാടി തന്നെ വൻ പരാജയമാണല്ലോ എന്നുള്ള ചെറിയൊരു തോന്നൽ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ വീണ്ടും നടന്നു തുടങ്ങി. റോയൽ മെയിൽ എന്നാണ് ഈ ഒരു ടൗണിന്റെ പേര്. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലെ ഒരു വീവിംഗ് മിൽ ആൻഡ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് ഒക്കെ ഉണ്ട്, ലൈക്ക് സോവനിയേഴ്സ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഫോട്ടോ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഈ സ്കോട്ട്ലൻഡ് മെമ്മറീസ് കുറേ ഫോട്ടോസ് ഉണ്ട് ഇവിടെ. ലൈക്ക് ഹിസ്റ്ററി ഷെയർ ചെയ്യുന്ന പോലാണ്. ഇതൊരു അട്രാക്ഷൻ ആയിട്ട് തോന്നിയത്, ഇങ്ങനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇങ്ങനെ ഡേറ്റ് ഉണ്ടാവും ഇതിനകത്ത്. നമുക്ക് നമ്മുടെ ഡേറ്റ് അനുസരിച്ച് മേടിക്കും. നവീന ഇവിടെ കഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കിട്ടിയോ? 26th മെയ് കണ്ടാൽ ഞാൻ ചിലപ്പോൾ മേടിക്കും. കറക്റ്റായിട്ട് ഞാൻ നോക്കുന്ന ഒന്നും അതിനകത്തില്ല. ഇതൊന്ന് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ നീ ജനിച്ച ദിവസം അധികം ആരും ജനിച്ചില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിങ്ങനെ മെയിനായിട്ട് ഷോപ്പിങ്ങിന് എല്ലാവരും വരുന്നതാണ്. ഒരു വീവിംഗ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. Scottish അവരുടെ ഓരോ ഫ്രാൻസൈസ് ചിഹ്നങ്ങളാണ്. ഹിസ്റ്റോറിക്കൽ ആയിട്ടാണ്. നമുക്ക് ഇതിനൊക്കെ എത്രയാന്ന് നോക്കിയാലോ? വെറും 59.99 ഉള്ളൂ ഇതിന്. നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ചീപ്പല്ലെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് പോവാം. ഇവിടെ ഇങ്ങനെ കുറെ സ്വെറ്റേഴ്സ് ഒക്കെ ഉണ്ട്. മെയിനായിട്ടൊരു ഷോപ്പിംഗ് ഏരിയ, കാരണം ഇത്രയും ടൂറിസ്റ്റ് വരുന്ന സ്ഥലം ആയതുകൊണ്ട്
അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒടുക്കത്തെ റേറ്റ് ആണ്. പിന്നെ ക്യൂട്ട്നെസ് കണ്ടാൽ നമ്മളൊന്ന് നോക്കുന്നു, കുറച്ചധികം നേരം അവിടെ നിൽക്കുന്നു, തിരിച്ചു പോകുന്നു. സ്റ്റൈൽ ചെയ്യാൻ നല്ലതാ, പക്ഷെ കണ്ടല്ലോ, ഇതുകൊണ്ടാണ് നമ്മൾ മേടിക്കാത്തത്. എല്ലാം അങ്ങനെയൊക്കെ തന്നെ റേറ്റ് ഒക്കെ. ഓക്കെ ബൈ. കുറച്ച് ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറീസ് ആണ്. നേരത്തെ കണ്ട ബർത്ത്ഡേ ഡേറ്റ് ഉള്ള സംഭവം ഉണ്ടോ എന്ന് നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേറെ സ്റ്റോക്കില്ല. സംശയം ഉണ്ടോ ഇനി? ഓ മൈ ഗോഡ്. അപ്പൊ നമ്മൾ വീണ്ടും പോകുന്നു. പിന്നെ താഴത്ത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, അവിടെ കൂടി ഉണ്ടോ. ഹാരി പോട്ടർ ഫാൻസ് ഇവിടെ കമോൺ, ഇവിടെ കമോൺ. നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിരിക്കും. കൂട്ടത്തിൽ ആരും ഷോപ്പിംഗ് മൈൻഡ് ഉള്ളവരല്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ ഒന്ന് മേടിച്ചാൽ കൊള്ളാന്ന് തോന്നി. ഐ എം ഷുവർ സ്കോട്ട്ലൻഡിൽ നിന്ന് ഞങ്ങൾ ആ കൂടെ മേടിച്ചിട്ടുള്ളത് ഇതാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേനും ആളും ബഹളവും, നിറയെ ആർട്ടിസ്റ്റ്, മ്യൂസിക്കും ഡാൻസും പെയിന്റ്സും എല്ലാം വെറൈറ്റി ആണ്. അപ്പൊ നമ്മൾ ഒന്ന് കാണുമ്പോ ഇത് കൊള്ളാലോ എന്നാ ഒന്ന് കണ്ടിട്ട് പോവാം, അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ ആണെങ്കിൽ ആ സ്ട്രീറ്റ് മൊത്തം ആൾക്കാരായിരുന്നു. തിരക്കില്ലാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. അതെ, എത്ര ശാന്തസുന്ദരമായ സ്ഥലം എന്ന് പറഞ്ഞതാ. മാറ്റി പറയേണ്ടി വരും. എടാ ഇപ്പുറത്തും ഉണ്ടോ, ഇതുണ്ടോ? ഇയാടെ തലേന്തേ അതില്ല കൂടെ നോക്കുന്നുണ്ട്. ഇത് എഡിൻബ്ര ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ. ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയില്ല. ഫുഡ് കഴിക്കാൻ തോന്നുന്നു. ഓക്കെ, ടിക്കറ്റ് ഉണ്ട്. ഇതെന്തിനാ? ബോക്സ് ഓഫീസിലാണ് ടിക്കറ്റ് ഉള്ളത്. ഇവിടെ എന്തായിരിക്കും എന്നറിയില്ല. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്ട്രീറ്റ് മൊത്തം നടക്കുമ്പോൾ ചെറിയൊരു ആൾക്കൂട്ടം കാണും, അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് കാണും. അതായിരുന്നു അവസ്ഥ. Go down now and say something nice. Something nice. No, not to me, to the gentleman that you just insulted. Something nice. Gordo, do it properly. I'm going to tell Mum. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു കത്തീഡ്രൽ ആണ്, സെയിന്റ് ഗേൾസ് കത്തീഡ്രൽ. സോറി ഗൈസ്, ഐ ആം നോട്ട് ഷുവർ what pronunciation is at Saint Giles or Giles. ഒരു സ്ട്രോങ് റിലീജിയസ് സിഗ്നിഫിക്കൻസും കൾച്ചറൽ ഇമ്പോർട്ടൻസും ഈ ഒരു കത്തീഡ്രലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ കത്തീഡ്രലിനെ ഹൈ കർക്ക് ഓഫ് എഡിൻബ്ര എന്നും കൂടെ പറയുമായിരുന്നെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. കത്തീഡ്രലിന്റെ ഈ ഗോത്തിക് ഡിസൈനും സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്ലാസ് വിൻഡോസും അതുപോലെ ഈ സ്റ്റോൺ കാർവിങ്സ് ഒക്കെ കൂടെ മൊത്തത്തില് ഭയങ്കര ഇംപ്രസീവ് ആയിട്ടാണ് ഇതിന്റെ ഒരു ഇന്റീരിയേഴ്സ് കാണുന്നത്. അതായത് ഒരു സൈഡിലേക്ക് നോക്കിയിട്ട് ഹായ് ഇത് കൊള്ളാന്ന് പറയുമ്പോഴത്തേനും പിന്നെ മോളിക്ക് നോക്കുമ്പോ ഇതുവരെ കാണാത്ത അടുത്തതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ആ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. എവിടെ ആട്ടോ എടുക്കണം? ഇത് തിരിയോ? സോറി, ഇത് കൊള്ളാം. ഇതെന്താ പെയിന്റ് ആണോ? അല്ല, വേറെന്തോ ആണ്. നല്ലൊരു ആർട്ട് വർക്കാണിത് എന്ന് ഞാൻ പറയുന്നു. അതിന്റെ ഫോട്ടോ എടുക്കണേ. ഇങ്ങോട്ട് കേറാവോ? അല്ലല്ല, ആ ആർട്ട് വർക്ക് വരുന്ന ഇവിടെ ഒരു ചേപ്പലിന്റെ ഭാഗത്ത് തിരിയൊക്കെ ഉണ്ട്. അതാരെ കിടക്കുന്നത്? പറഞ്ഞ മോശമുണ്ട്.
ഇവിടെ ഇങ്ങനെ സ്റ്റോറീസും ഹിസ്റ്ററീസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സൂക്ഷിച്ചു നോക്കിയാൽ വായിക്കാം, ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതായിരുന്നു കൂട്ടത്തിൽ കണ്ടത് വെച്ച് ഒരു ഭയങ്കര വാവ് ആയിട്ട് തോന്നുന്നത്. കാരണം നേരിട്ട് കാണുമ്പോൾ ഈ യെല്ലോ ലൈറ്റ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കണ്ടില്ലേ ഞാനടക്കം എല്ലാവരും വാ പൊളിച്ച് നിൽക്കുന്നത്. അതെ, ഏതൊക്കെ ഇയറിൽ ഏതൊക്കെ രാജാക്കന്മാരായിരുന്നല്ലേ. പിന്നെ എവിടെ ചെന്നാലും അത് പള്ളിയാണെങ്കിലും ശരി, റോഡാണെങ്കിലും ശരി, ഫോട്ടോയും വീഡിയോ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് വേറെ പരിപാടി. അടുത്തത് കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ കുറച്ച് ഫിഷ് ആൻഡ് ചിപ്സ് മേടിച്ച് കഴിക്കുന്നതാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ നട് റോഡിലെ ആൾക്കൂട്ടത്തിനിടയിലൊക്കെ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു മനസ്സുകൊള്ള കാര്യമാണ്. ഫോട്ടോ എടുക്കാനുള്ള ഓരോരോ അത്യാഗ്രഹങ്ങളെ താഴെ വീഴരുത് കേട്ടോ. ആനുവലി നടക്കുന്ന എഡിൻബ്ര ഫ്രിഞ്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളെയും അവരുടെ പെർഫോമൻസ് നമ്മളിവിടെ കാണാൻ പറ്റിയത്. ഇത് കാണാൻ വന്നിട്ടുള്ള ഓഡിയൻസ് എന്ന് പറയുന്നതും പല കൺട്രീസിൽ നിന്നുള്ള ആളുകളാണ്. Everyone, he's been up here a long time. He's been absolutely amazing. How about a massive round of applause for Graham? Thank you. Be hit in the head by a seagull. Come on! കുറച്ച് ഫോട്ടോ പിടുത്തവും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നു. പിന്നെ നന്നായിട്ട് വിശന്നു. പിന്നെ നേരെ പോയത് അവിടെ കണ്ട ഒരു ഇന്ത്യ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. എവിടെ പോയി കഴിക്കുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടക്കുന്ന വഴിയിൽ കണ്ടു, അങ്ങോട്ട് കയറി. വേറെ ഒന്നും നോക്കിയില്ല. മെനു ഒന്നും നോക്കി പഠിക്കാൻ ഞങ്ങൾ അധികം നേരം സമയം എടുത്തില്ല, കാരണം വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യായിരുന്നു. അവർ ബിരിയാണി ഓർഡർ ചെയ്തു, ചിക്കൻ ടിക്കൊക്കെ ഓർഡർ ചെയ്ത്. ഞാനാണെങ്കിൽ ഒരു ഇച്ചിരി റൈസും ചില്ലി ഗാർലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിക്കൻ കറി ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ക്വീൻ വിക്ടോറിയയുടെ പേരിൽ അറിയപ്പെടുന്ന വിക്ടോറിയ സ്ട്രീറ്റിലോട്ടാണ്. ഇച്ചിരി കൂടി മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്സും കളർഫുൾ ഫക്കേഡ്സും ആയിട്ട് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആയിരുന്നു ഇത്. ഇതേ കണ്ടോ, നടു റോട്ടിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു കൂട്ടം സ്കോട്ടിഷ് പീപ്പിളിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചധികം റെസ്റ്റോറൻറ്റ്സും പബ്സും കഫേസും അതുപോലെ കുറച്ച് ബുട്ടീക്സും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. JK റോളിങ്ങിന് ഹാരി പോട്ടർ സീരീസിനുള്ള സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതും വിക്ടോറിയ സ്ട്രീറ്റിൽ നിന്നായിരുന്നെന്ന ഒരു ലിറ്റററി സിഗ്നിഫിക്കൻസും ഇതിനുണ്ട്. കോബിൾഡ് ആയിട്ടുള്ള റോഡ്സും അതുപോലെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന വഴികളുമായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടുന്ന് ബസ് കയറി ഞങ്ങൾ പോയത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്ലേസിലോട്ടായിരുന്നു, പോർട്ടബെല്ലോ ബീച്ച്. എഡിൻബ്രയിൽ തന്നെയല്ല, സ്കോട്ട്ലൻഡിലെ തന്നെ വൺ ഓഫ് ദ പോപ്പുലർ സീസൈഡ് ആണെന്ന് പറയുന്നു പോർട്ടബെല്ലോ ബീച്ച്. ഈ കാണുന്ന വൈഡ് ആയിട്ടുള്ള സീഷോറും അതുപോലെ സാൻഡി എക്സ്പാൻസും തന്നെയാണ് ഇവിടുത്തെ ഒരു പോപ്പുലാരിറ്റി.
ഭയങ്കര കാറ്റെന്നും പറഞ്ഞാൽ പോരാ, കൊടുങ്കാറ്റ് പോലെയായിരുന്നു അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ നമുക്ക് മലയാളികൾക്ക് എവിടെ പോയാലുള്ള പരിപാടിയാണല്ലോ. പക്ഷെ അങ്ങനെ എഴുതി വെച്ചിട്ടും കടലത് കൊണ്ടുപോയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പോർട്ട് ബെല്ല ബീച്ചിലാണ്. എവിടെയാണ് പോർട്ട് ബെല്ല ബീച്ച്? സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലാണ് പോർട്ട് ബെല്ല ബീച്ച്. എഡിൻബ്ര. പിന്നെ ദേ ബീച്ച് സൈഡിൽ തന്നെയുള്ള ഒരു മിറോസ് കഫേയിൽ കയറിയിട്ട് ഐസ്ക്രീമും കോഫിയും മേടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഞാൻ കോഫിയാണ് കേട്ടോ കുടിച്ചത്. ലാറ്റെ. എന്നെ ഇഷ്ടപ്പെട്ടു. സൈബീരിയൻ ബ്ലൂ ഐസ്. ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഇതും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെയായിരുന്നു. സ്ഥലത്തിന്റെ പേരെന്താ? അല്ല, അതെ, ഇവിടെ എത്തിയിട്ടും ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. കാരണം നമ്മുടെ കൂടെ എബിൻ ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടനാണ് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഗ്രാൻഡൻ ഹാർബർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, തണുപ്പാണ്, കാറ്റാണ്. പക്ഷെ ഈ സ്റ്റോൺസ് ഉണ്ടല്ലോ, അത് നടന്നു പോകാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഇച്ചിരി അധികം റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഇതുമ്മക്കിടെ നടന്നത്. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇവരാണെങ്കിൽ കുറച്ച് ഫ്രണ്ടിൽ, ഞാനാണെങ്കിൽ ബാക്കിൽ ഇങ്ങനെ പതുക്കെ ശ്രദ്ധിച്ചാണ് നടന്നു വന്നത്. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ എബിൻ ചേട്ടൻ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. പ്രൊഫഷണൽ മീൻപിടുത്തം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വോയിസ് ഈ കാറ്റ് കാരണം കൊണ്ടൊന്നും കേൾക്കുന്നില്ല. ഈ ഫിഷിങ്ങിനായിട്ട് ആപ്പൊക്കെ നോക്കിയിട്ടാണ് ഇവരിങ്ങനെ ലൊക്കേഷനൊക്കെ ചൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നാലും അവൻ അത്രേ ഉള്ളൂ. ആ ആത്മാർത്ഥം നിങ്ങൾ കാണാതെ പോയിരുന്നു. അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്കെന്തായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ ചൂണ്ടയിടാൻ പോയിട്ടില്ല, മീൻ പിടിച്ചിട്ടില്ല, അത് കണ്ടിട്ടും ഇല്ല. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ വന്നത് ഈ പറയുന്ന ആപ്പ് നോക്കിയിട്ടാണോ? ആപ്പ്. ഓക്കെ, ഇപ്പൊ കിട്ടും നമ്മൾ വിചാരിക്കും. എന്തോ ഒരു ബാഡ് ലക്ക് ഗൈസ്, അന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. പക്ഷെ തൊട്ട് മുന്നത്തെ ദിവസം കിട്ടിയ മീനിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ഒട്ടിച്ച് ചേർക്കുന്നതായിരിക്കും. അത് ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുള്ള ഈ ജേണി ഇപ്പൊ തൽക്കാലം ഞാനൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാണ്. ഒത്തിരി രാത്രിയൊന്നും ആയിട്ടില്ല, പക്ഷെ ക്ലൈമറ്റ് ഇത്തിരി മോശമാണ്. നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. ഇനി അടുത്ത ദിവസത്തിന്റെ വിശേഷങ്ങൾക്കായിട്ട് പ്ലീസ് വെയിറ്റ് ആൻഡ് വാച്ച്. താങ്ക് യു.